ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യ പച്ചക്കറിയും അതുപോലെ തന്നെ മീനും ഇറച്ചിയും എല്ലാം അടങ്ങിയ ഒരു സദ്യ തന്നെയാണ് കേട്ടോ മുത്തശ്ശി എടുത്ത് വെക്കാൻ വേണ്ട. അപ്പം മുത്തശ്ശി സദ്യയൊക്കെ അടിച്ച് പൊളിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ വിക്രം നല്ല മണം അടിച്ചിട്ട് അടുക്കളയിൽ പോയി പറയുമ്പോൾ അടുക്കളയിൽ പോയി നോക്കുമ്പോൾ മുത്തശ്ശി നന്നായിട്ട് മീൻ പൊരിക്കുകയും അതുപോലെ തന്നെ കറിയൊക്കെ വെക്കുകയും ചെയ്യാണ്. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഹായ് എത്ര നാൾ ഇങ്ങനത്തെ മണം പോലും ഒന്ന് മൂക്കിലേക്ക് പോയിട്ട് എന്നൊക്കെ വിക്രം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവളുടെ കൂട്ടുകാരി ഇതുപോലെ വരുവാണെങ്കിൽ വായ്ക്ക് രുചിക്കുള്ള ഭക്ഷണം നമുക്കും കഴിക്കാലോടെ മോനെ എന്നൊക്കെ അവർ പറയുക കേട്ടോ. ആ സമയത്ത് വിക്രം പറഞ്ഞിട്ട്, അതേ മുത്തശ്ശി, അവളുടെ കൂട്ടുകാരി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ നമുക്കും നല്ല ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരണ്യ പറയണ്ടേ, എന്താ ഫുഡൊക്കെ കാലായോ? പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്, മോളുടെ കൂട്ടുകാരി വന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ഹോണടി കേൾക്കുക. അവരെത്തിയും തോന്നണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരണ്യ വേഗം മുറ്റത്തേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ ആൽബിയുടെ കാർ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ആൽബിയുടെ കാർ കാണുമ്പോൾ നമ്മുടെ കിരണിനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ വിക്രത്തിനെ മനസ്സിലാവില്ലോ. വിക്രവും ശരണ്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്റെ കൂട്ടുകാരിയും ഭർത്താവും വന്നോ? വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ശരണ്യ അവിടെ നിൽക്കുവാണ്. ആ സമയത്ത് വിക്രവും ചിരിച്ചുകൊണ്ട് വാതിക്കെ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ ആൽബിയാണ്. ആൽബിനെ കാണുമ്പോഴേ വിക്രത്തിന് കിളി പോയ പോലെ ആവും കേട്ടോ. അങ്ങനെ തൊട്ടപ്പുറത്തെ സീറ്റിൽ നിന്ന് വരുന്നത് നമ്മുടെ സോണിയും. അങ്ങനെ അവരെ കാണുമ്പോഴേക്കും നമ്മുടെ വിക്രം ആകെ അന്താളിച്ച് നിൽക്കുവാണ്. നമ്മുടെ ശരണ്യാണെങ്കിൽ വിക്രത്തിന്റെ മുഖം നോക്കി ചിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ വിക്രത്തിനോട് ശരണ്യ പറയണ്ടേ, എന്താ നീ ഇങ്ങനെ അന്താളിച്ച് നിൽക്കണ? അവരെ വെൽക്കം ചെയ്യും, അവരുടെ അകത്ത് കയറി ഇരിക്കാൻ പറ എന്ന് പറയുമ്പോൾ വിക്രത്തിനാകെ ദേഷ്യം വരിക. ശരണ്യ പറയണ്ടേ, എന്താ നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ, മര്യാദക്ക് അവരുടെ അകത്ത് കയറി ഇരിക്കാൻ പറ എന്ന് പറയുമ്പോൾ തൊട്ടു പിന്നാലെ ദേ വരണോ നമ്മുടെ കിരണും കല്യാണിയൊക്കെ. അങ്ങനെ അവർ 4 പേരും കൂടി വന്ന് നിൽക്കുക കേട്ടോ. അതിനുശേഷം വിക്രമത്തിന് എന്ത് ചെയ്യണം പറയാം, വിക്രത്തിന് തൊലി ഉരിഞ്ഞ പോലെ ആവുക കേട്ടോ. വാ കയറിയിരിക്കുന്ന പറയുമ്പോൾ ശരണ്യ പറഞ്ഞ മര്യാദയ്ക്ക് വിളിക്കട എന്ന് പറയുമ്പോൾ വാ കയറിയിരിക്കും മാഡം സർ കയറിയിരിക്കുക എന്നൊക്കെ പറയുവാണ്. അങ്ങനെ അവർ കയറിയിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശനെ ചിരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇവരെ കാണുമ്പോൾ പ്രകാശനും അയ്യടാന്നായി പോണത്. ഇവരെന്താ എവിടെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ശരണ്യ പറഞ്ഞേ, ഇതെന്റെ വീടാ, ഇവരെന്റെ ഗസ്റ്റാ, മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ അറിയാലോ ഇവിടുന്ന് ഇപ്പം ഇറങ്ങി പോയിക്കോണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരണ്യ നമ്മുടെ ആൽബിയുടെയും സോണിയുടെയും കിരണിന്റെയും കല്യാണിന്റെ മുമ്പിലൊക്കെ ശരിക്കും പറഞ്ഞ വിക്രത്തിനെയും പ്രകാശനെയും ഒരു പാവനെ പോലെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കല്യാണിക്കൊക്കെ ചിരി വരുവാണ്. മുത്തശ്ശിയും വരുന്നുണ്ട്, മോളുടെ ഫ്രണ്ട്സ് വന്നോ, എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ദേ നിൽക്കുന്നു സോണിയും ആൽബിയൊക്കെ. അപ്പം മുത്തശ്ശിയുടെയും കിളി പോകുക കേട്ടോ. ഇവരാണോ, എന്താ നിങ്ങൾക്ക് പിടിച്ചില്ലേ, ഇവരാണ് എൻ്റെ ഗസ്റ്റ്, മര്യാദയ്ക്ക് നിങ്ങൾ നല്ല ചായയും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ മുത്തശ്ശിനെ പറഞ്ഞയക്കുക. അതിനുശേഷം പ്രകാശനോട് പറയേണ്ടത്, നിങ്ങളെ അമ്മ പോയത് കണ്ടില്ല, നിങ്ങളും പോയി എടുത്തോണ്ട് അവർക്ക് ഒറ്റയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറയുവാണ്. അങ്ങനെ പ്രകാശനെ പറഞ്ഞു വിടാണ്. അവരൊക്കെ ആദ്യം ചായയും കടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പി വെക്കാനായിട്ട് പ്രകാശനെയും വിക്രത്തിനെയൊക്കെ വിളിക്കുവാണ്, അവരുടെ പ്ലേറ്റൊക്കെ തുടച്ച് വെക്കാൻ വേണ്ടി. അതിനുശേഷം വിക്രത്തിനെയും പ്രകാശനെയും ഒന്നും ഇരുത്താണ്ട് ആദ്യം തന്നെ കല്യാണിനെയും കിരണിനെയും സോണിനെയും ആൽബിനെയൊക്കെ ആയിട്ട് ഇരുത്തുന്നത്. അപ്പം നമ്മുടെ വിക്രത്തിനും പ്രകാശിനും എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ അവരെ എത്രയൊക്കെ നാണം കെടുത്താവോ അത്രയൊക്കെ നമ്മുടെ ശരണ്യെ നാണം കെടുത്തുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.